Hello everyone, all of you welcome to this class. BPSC 104 ആ ഒരു ടെക്സ്റ്റിനെ ബേസ് ചെയ്തുള്ള പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഏതാനും ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം വൺ പാർട്ടി സിസ്റ്റം, അതേപോലെ ബൈപോളാർ ആൻഡ് ടു പാർട്ടി സിസ്റ്റം, മൾട്ടി പാർട്ടി ആൻഡ് മൾട്ടി പോളാർ സിസ്റ്റം. ഇതിൽ വൺ പാർട്ടി സിസ്റ്റം എന്താണ്, മൾട്ടി പോളാർ സിസ്റ്റം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ബൈപോളാർ ആൻഡ് ടു പാർട്ടി സിസ്റ്റം എന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. പാർട്ടി സിസ്റ്റം ഇന്ത്യയിൽ എങ്ങനെ ഉണ്ടായി, ഏത് കാലഘട്ടത്തിലാണ്, അതിൻ്റെ പ്രസക്തി, പ്രചാരത എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതെല്ലാം കഴിഞ്ഞ വീഡിയോ സെഷനിലൂടെ നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. എന്താണ് ബൈപോളാർ ആൻഡ് ടു പാർട്ടി സിസ്റ്റം എന്നതാണ് ഇന്നത്തെ സബ്ജക്റ്റ് മാറ്റർ. യു സി, ഇന്ത്യ ഡസ് നോട്ട് ഹാവ് ടു പാർട്ടി സിസ്റ്റം ഇൻ ഐഡിയൽ സെൻസ് ഓഫ് ദ ടൈം. അതായത് അതിൻ്റെ ആശയപരമായി പറയുന്നത് പോലെ ഇന്ത്യക്ക് ഇപ്പോഴും ഈ ടു പാർട്ടി സിസ്റ്റം എന്നുള്ള ഒരു സംവിധാനത്തിൽ ഇന്ത്യ ഇന്നും നിലവിലല്ല. മറിച്ച് ഇറ്റ് ഹാസ് ബൈപോളാർ പൊളിറ്റിക്കൽ സിസ്റ്റം. മറിച്ച് എന്താ നിലവിലുള്ളത്? ടു പാർട്ടി സിസ്റ്റത്തിനുപരി ബൈപോളാർ പൊളിറ്റിക്കൽ സിസ്റ്റം. അതായത് രണ്ട് പാർട്ടി എന്നുള്ളത് മാത്രമല്ല, ഇവിടെ ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇവിടെ നിലവിലുണ്ട്. എന്താ ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത? ബൈപോളാർ ഓർ ടു പാർട്ടി സിസ്റ്റത്തിൻ്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, ഇൻ ദിസ് പാർട്ടി സിസ്റ്റം 3 or more parties come together to form pre-election or post-election alliance. അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്ന സമയം ഈ പാർട്ടീസ് എന്ത് ചെയ്യുമെന്നറിയാമോ? നിലവിലുള്ള പാർട്ടികളെല്ലാവരും, അതായത് 2, 3 അതിലധികമോ പാർട്ടിക്കാർ ഒന്നിച്ചു കൂടും. അത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയാവാം, തിരഞ്ഞെടുപ്പിന് ശേഷമാവാം. അപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുപ്പിന് ശേഷം അവർക്ക് ഭരണത്തിൽ കയറാനായിട്ട് അവർക്ക് ഭൂരിപക്ഷമില്ലെങ്കിലും അവരിങ്ങനെ മറ്റു പാർട്ടികളുടെ സഹായം തേടും. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഒരു സഖ്യ ഗവൺമെൻറ് ഉണ്ടാക്കും, കോയലിഷൻ ഗവൺമെൻറ്, ആൻഡ് ഓർ അഡോപ്റ്റ് എ കോമൺ മിനിമം പ്രോഗ്രാം. എന്നിട്ട് ആ കോയലിഷൻ ഗവൺമെൻറ്റിന് ഒരു കോമൺ മിനിമം പ്രോഗ്രാം അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളുടെ വീഡിയോ സെഷൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പിക്ക് നമ്മുടെ ഫിലോസഫർ ആയിരുന്ന മൊണ്ടസ്ക്യൂ ആണ്. മൊണ്ടസ്ക്യൂ എന്ന് കേട്ടിട്ടുണ്ടോ? അദ്ദേഹമാണ് ബാക്കിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പിന് മുൻപോ തെരഞ്ഞെടുപ്പിന് ശേഷമോ അവരുടെ ആ പാർട്ടി സംവിധാനത്തിൽ നിന്നുകൊണ്ട് അവർക്ക് മുന്നോട്ട് ഭരണത്തെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഖ്യം കൂടുന്ന സംവിധാനമാണ് ഈ പറയുന്ന ബൈപോളാർ ഓർ ടു പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നിലവിലുള്ളത് ടു പാർട്ടി എന്നുള്ള ഒരു സംവിധാനമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപാട് പാർട്ടി സംവിധാനങ്ങൾ നിലവിലുണ്ട്. അവരുമായിട്ട് സഖ്യത്തിലാവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നടത്തിപ്പിലേക്ക് വേണ്ടി മിനിമം പ്രോഗ്രാംസും പ്ലാൻ ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള അലയൻസസ് എന്ന് പറയുമ്പോഴേക്കും സാധാരണ ഉണ്ടാവുന്നത് ടു പാർട്ടി ഇതിലായിരിക്കും. 2 മേജർ പാർട്ടീസിൻ്റെ ഇടയിലാണ് ഇത്തരം അലയൻസ് ഉണ്ടാകുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻ ദിസ് സിസ്റ്റം 3 or more parties come together to form pre-election or post-election alliance, form a coalition government or adopt a common minimum program. Such alliances generally occur around 2 major parties. 2 മേജർ പാർട്ടീസിൻ്റെ ഇടയിലായിരിക്കും പ്രധാനമായിട്ട് ഇത്തരം അലയൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഒരുപക്ഷെ ഈ 2 പാർട്ടീസിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് അവരെന്ത് ചെയ്യും? അവർ ഏതെങ്കിലും ഒരു പാർട്ടി കയറി വരുമ്പോഴേക്കും അവർക്ക് ഭൂരിപക്ഷമില്ലെങ്കിൽ അവിടെയുള്ള മറ്റു പാർട്ടികളുടെയൊക്കെ സഹായം തേടും. അങ്ങനെയാണ് അവിടെ അലയൻസ് രൂപപ്പെടുന്നത്. അപ്പോൾ ദീസ് 2 മേജർ പാർട്ടീസ് വിച്ച് വർക്ക് ആസ് കോമ്പീറ്റിംഗ് പോൾസ് ഓർ അലയൻസ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുക? തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്തു മത്സരിച്ചു, തെരഞ്ഞെടുപ്പിൽ വിജയം കൊണ്ടു. ഒരാൾക്ക് ആർക്കെങ്കിലും വിജയം കിട്ടി, പക്ഷേ അവർക്ക് ഭൂരിപക്ഷമില്ല, ഭരണം കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവിടെയുള്ള മറ്റു പാർട്ടികളുടെയൊക്കെ സഹായം തേടുകയാണ്. അങ്ങനെയാണ് അലയൻസ് രൂപപ്പെടുന്നത്. As there are 2 poles of such alliances, the party system in such alliances is called bipolar party system. അപ്പോൾ എന്താണ് ബൈപോളാർ പാർട്ടി സിസ്റ്റം എന്നതുകൊണ്ട് മീനിങ്, അതിൻ്റെ അർത്ഥം എന്താ? അതായത് 2 പാർട്ടീസാണ്. സച്ച് അലയൻസസ് ആർ 2 poles ഓഫ് സച്ച് അലയൻസസ്. 2 പോൾസിലാണ്. 2 പോൾസ് എന്ന് പറയുന്ന 2 വിഭാഗങ്ങൾ തമ്മിലുള്ള അലയൻസാണ് ഇവിടെ രൂപപ്പെടുന്നത്. അപ്പോൾ ഇവിടെ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള അലയൻസ് രൂപപ്പെടുമ്പോഴേക്കും ആ പാർട്ടി സംവിധാനത്തിൽ ഉണ്ടാകുന്ന അലയൻസിനെയാണ് നാം ബൈപോളാർ പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ സിസ്റ്റത്തിൽ നിലനിൽക്കുന്നത് സ്റ്റേറ്റിലും നാഷണൽ ലെവലിലൊക്കെ ഉണ്ടാവാം. ദിസ് സിസ്റ്റം ക്യാൻ ബി എക്സിസ്റ്റ് ബോത്ത് അറ്റ് സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ലെവൽസ്.
Then while the principal parties in such alliances generally remain the same, their allies can change. അതായത് പ്രിൻസിപ്പൽ മുഖ്യ പാർട്ടി എന്ന രീതിയിലൂടെ നിലവിലുള്ളവർക്കൊന്നും മാറ്റം ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് മുഖ്യ പാർട്ടി എന്ന രീതിയിൽ മുഖ്യധാരയിലേക്ക് പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇലക്ഷൻ ജയിച്ച് മുന്നോട്ട് വരുമ്പോഴേക്കും അവർക്ക് ഭൂരിപക്ഷത്തിൻ്റെ അഭാവം കൊണ്ട് അവർക്ക് ഭരണം പിടിച്ച് നിലനിർത്താൻ പറ്റണമെന്നില്ല. അപ്പോൾ അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് മറ്റു പാർട്ടികളുടെ കൂടെയുള്ള സഖ്യകക്ഷികളുടെയൊക്കെ സഹായം തേടുന്നത്. സോ ദീസ് പ്രിൻസിപ്പൽ പാർട്ടീസ് ഇൻ സച്ച് അലയൻസസ് ജനറലി റിമെയിൻ സെയിം, ദെയർ അലൈസ് ക്യാൻ ചേഞ്ച്. അവരുടെ സഖ്യകക്ഷികൾ വേണമെങ്കിൽ മാറ്റമുണ്ടാകാം. ഇവിടെ ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ബൈപോളാർ സിസ്റ്റം എമർജ് ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോഴേക്കും ഇന്ത്യയിലെ കോയലിഷൻ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെയുള്ളവർ വന്നിട്ടുള്ളത്. എന്നാണോ ഇവിടെ ഒരു സഖ്യകക്ഷികളുടെ ഭരണം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്, അപ്പോഴാണ് ബൈപോളാർ സിസ്റ്റം ഇവിടെ ഉണ്ടായത് എന്ന് നമുക്ക് പറയാം. എമർജൻസ് ഓഫ് ബൈപോളാർ സിസ്റ്റം ഇൻ ഇന്ത്യ ഈസ് ലിങ്ക്ഡ് വിത്ത് കോയലിഷൻ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ. ഇറ്റ്സ് ഫസ്റ്റ് മേജർ എക്സാമ്പിൾ. ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഏത് പറയാമെന്നറിയാമോ? ഫോർമേഷൻ ഓഫ് നോൺ കോൺഗ്രസ് SVD ഗവൺമെൻറ് ഇൻ 8 സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഫോളോയിങ് കോൺഗ്രസ് ഡിഫീറ്റ് ഇൻ 67 ഇലക്ഷൻസ്. അതായത് 67 ഇലക്ഷനിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. അപ്പോഴേക്കും കോൺഗ്രസ് ഏതരം മറ്റ് സഖ്യങ്ങൾ ഇവിടെ ഉണ്ടായി, അല്ലെങ്കിൽ മറ്റ് പാർട്ടി സഖ്യങ്ങൾ നിലവിൽ വന്നു. അങ്ങനെ നോൺ കോൺഗ്രസ് SVD ഗവൺമെൻറ് 8 സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ ഉണ്ടായത് ഇവരുടെ പരാജയത്തെ തുടർന്ന്. ഓക്കെ, സോ ദെയർ വെയർ 2 പോൾസ് ഇൻ സച്ച് ബൈപോളാർ സിസ്റ്റം. അപ്പോൾ ബൈപോളാർ സിസ്റ്റത്തിൽ 2 പോൾസ് ആയിരിക്കും പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുക. ഒരു സൈഡിൽ പോൾ വാസ് ദി കോൺഗ്രസ് പാർട്ടി ആൻഡ് മറ്റ് സൈഡ് എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് വാസ് ഓൺ ദ നോൺ കോൺഗ്രസ് പാർട്ടീസ് ആയിരിക്കും. അത് മറ്റുള്ളവരാരുമാകാം. അപ്പോൾ ഓൺ ദി വൺ ഹാൻഡ് ദെയർ വാസ് കോൺഗ്രസ് പാർട്ടി ആൻഡ് ഓൺ ദി അതർ ഇറ്റ് വാസ് എ ഗ്രൂപ്പ് ഓഫ് നോൺ കോൺഗ്രസ് പാർട്ടീസ് സച്ച് ആസ് ഭാരതീയ ക്രാന്തിദൾ, എന്താ പറയുക, സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, ജനസംഘ്, ഇങ്ങനെയുള്ള വിവിധ പാർട്ടികളുണ്ട്. അപ്പോൾ ഒരു സൈഡ് മെയിനായിട്ട് കക്ഷി ആരാണ്? കോൺഗ്രസ് ആണ്. മറ്റു സൈഡിൽ ഇതുപോലുള്ള നാനാ പാർട്ടികളും ഉണ്ടാവാം, വിവിധ പാർട്ടികൾ. ഇറ്റ്സ് ഫസ്റ്റ് എക്സാമ്പിൾ അറ്റ് നാഷണൽ ലെവൽ വാസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ജനതാ പാർട്ടി ഗവൺമെൻറ് ഫോളോയിങ് ജനതാ പാർട്ടീസ് വിക്ടറി ഇൻ 77 ലോക്സഭാ ഇലക്ഷൻസ്. ഇതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണം നമുക്ക് പറയാൻ സാധിക്കുന്നത് ജനതാ പാർട്ടിയുടെ ഗവൺമെൻറ് രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ്. അതായത് ജനതാ പാർട്ടി 1977 അവർ ലോക്സഭാ ഇലക്ഷനിൽ ജയിച്ചു വന്നപ്പോഴേക്കും അവർക്ക് സ്ഥാനം കിട്ടി. അപ്പോഴേക്കും അവരവിടുത്തെ ഒരു സഖ്യമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ പ്രധാന ശക്തിയായിട്ട് വളർന്നു വരികയാണ്. അപ്പോൾ ആ സമയത്ത് കോൺഗ്രസ് എന്ന് പറയുമ്പോഴേക്കും അവരുടെ ആരായി? അപ്പോൾ റൂളിംഗ് പാർട്ടി ആരായി? അപ്പോൾ ഇവിടെ 2 പോൾസാണ് നിലവിലുള്ളത്. അതായത് ജനതാ പാർട്ടിയും കോൺഗ്രസും 2 പോൾസാണുള്ളത് 2 സൈഡിൽ. അപ്പോൾ ഒപ്പോസിഷൻ റൂളിംഗ് പാർട്ടി ആരായി? ജനതാ പാർട്ടി. ഒപ്പോസിഷൻ ആരായി? കോൺഗ്രസ് പാർട്ടി. മനസ്സിലായോ? So at that time the Congress became an opposition party and the Janata Party became the ruling party. അപ്പോൾ 2 പോൾസ് മനസ്സിലായല്ലോ. ഒരു സൈഡിൽ ഇവർ ജനതാ പാർട്ടി, ഒരു സൈഡിൽ കോൺഗ്രസ് പാർട്ടി. പക്ഷേ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു പാർട്ടി ജയിച്ച് അവർക്ക് കോൺഗ്രസ് ഭരണം കിട്ടാൻ എന്ന രീതിയിൽ വരുമ്പോഴേക്കും അവരോടൊപ്പം നിൽക്കുന്ന മറ്റു പാർട്ടികളുടെ കൂടി സഹായം തേടാവുന്നതാണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എടുത്തു പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് ആ സമയത്ത് അവർ തോറ്റുപോയതുകൊണ്ട് അവർ ആരായി? ഒപ്പോസിഷൻ സൈഡായി. But these 2 parties represented 2-party system, not the bipolar party system. അപ്പോൾ ഈ 2 പാർട്ടി എന്ന് പറയുമ്പോൾ 2-party സിസ്റ്റമാണ്, അത് ബൈപോളാർ സിസ്റ്റം അല്ല. അപ്പോൾ ബൈപോളാർ ആകണമെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ അവർക്ക് ഭരണം നേടിയെടുക്കാനായിട്ട് വേണ്ടത്ര ഭൂരിപക്ഷം ഇല്ലാതെ വരുമ്പോൾ അവിടെ നിലവിലുള്ള നാനാ പാർട്ടികളുടെ സഹായം തേടുമ്പോഴാണ്. കാരണം ഇവിടെ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഒരു കോയലിഷൻ പാർട്ടി ആയിരുന്നില്ല. അവരൊരു സഖ്യമായിട്ട് രൂപപ്പെട്ടു വന്ന പാർട്ടിയല്ല, അവർ ഒറ്റക്കക്ഷിയായിട്ട് നിന്നതാണ്. അപ്പോൾ പല കക്ഷികൾ കൂടി ചേർന്ന് ഒറ്റ പാർട്ടിയായിട്ട് ഭരണം പിടിച്ചെടുക്കുമ്പോഴാണ് അവിടെ കോയലിഷൻ ഗവൺമെൻറ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. സോ വി ക്യാൻ സേ ദാറ്റ് ബട്ട് ദീസ് 2 parties represented 2-party system, not the bipolar system, because Janata Party was not a coalition parties. It was a party formed out of merger of 5 parties. അതായത് കോയലിഷൻ പാർട്ടി അല്ല, മറിച്ച് അവിടെ നിലവിലുണ്ടായിരുന്ന പല പാർട്ടികളെയും കൂടി ഒന്നിച്ച് അവർ 5 പാർട്ടികളുടെ ഘടകകക്ഷികളെ ചേർന്ന് ഒറ്റ പാർട്ടിയായി മാറിയതാണ്. അതായത് കോൺഗ്രസോ, BKD, CFD, ജനതാ സംഘ ആൻഡ് സ്വതന്ത്ര പാർട്ടി, ഇത്രയും പാർട്ടീസ് എല്ലാം കൂടി ഒറ്റയായി. ഇവരൊക്കെ ഒറ്റക്ക് നിന്ന് അവരുടെ ശക്തി ഉണ്ടാവില്ല. അവരെപ്പോഴും എന്ത് ചെയ്യും? എല്ലാവരും കൂടി ചേർന്ന് എന്നിട്ട് അവർ പാർട്ടിക്ക് പേര് മാറ്റി കൊടുത്തു. അങ്ങനെയാണ് ജനതാ പാർട്ടി വരുന്നത്. ആ സമയത്ത് കോൺഗ്രസ് ഇവരുടെ മുഖ്യ ശത്രുവായി നിൽക്കുമായിരുന്നു. ദ കോൺഗ്രസ് ബിക്കെയിം ഇറ്റ്സ് മെയിൻ റൈവൽ. അങ്ങനെ ദസ് ജനതാ പാർട്ടി ആൻഡ് ദ കോൺഗ്രസ് റെപ്രസെൻറ്റ് ദ 2-party സിസ്റ്റം. അങ്ങനെയാണ് ജനതാ പാർട്ടി ഒരു സൈഡിൽ റൂളിംഗ് പാർട്ടി, കോൺഗ്രസ് ഇപ്പുറത്തെ സൈഡ് ഒപ്പോസിഷൻ പാർട്ടി എന്ന രീതിയിൽ 2-party സിസ്റ്റം അവിടെ വന്നു. സച്ച് സിസ്റ്റം എക്സിസ്റ്റഡ് റഫ്ലി ഫ്രം 77 to 80. അപ്പോൾ ആ സിസ്റ്റം ഇവിടെ നിലനിന്നത് 77-80 കാലയളവിലാണ്.
ടിൽ ജനതാ പാർട്ടി റാൻ ദ സെൻട്രൽ ഗവൺമെൻറ് മുന്നോട്ട് നയിച്ചത് ജനതാ പാർട്ടി ആയിരുന്നു ആ ഒരു പീരീഡിൽ. ഹൗവർ കമ്പീറ്റിംഗ് അലയൻസസ് വിച്ച് ടുക്ക് പ്ലേസ് ലേറ്റർ അറ്റ് ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് ലെവൽസ് വെയർ ആക്ച്വലി ദി അലയൻസസ് ബൈപോളാർ ഇൻ നേച്ചർ, നോട്ട് ടു പാർട്ടി സിസ്റ്റം. അപ്പോൾ പിന്നീട് അവിടെ അലയൻസ് രൂപപ്പെട്ടു. ആ അലയൻസ് അവിടെ സെൻട്രലിലും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് തലത്തിലും ഉണ്ടായത് ബൈപോളാർ സിസ്റ്റത്തിൻ്റെ രൂപത്തിലാണ്, ഒരിക്കലും ഒരു ടു പാർട്ടി സിസ്റ്റത്തിൻ്റെ രൂപത്തിലായിരുന്നില്ല എന്നതാണ്. എന്നാൽ 90 കാലയളവും അത് നോക്കുമ്പോഴേക്കും ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത് പലതരത്തിലുള്ള കോയലിഷൻ ഗവൺമെൻറ്റ്സിനാണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന പല നാഷണൽ പാർട്ടീസ്, കോൺഗ്രസ്, BJP, അവർക്കെല്ലാം ഭൂരിപക്ഷം ഇലക്ഷനിൽ വന്നപ്പോഴും അവിടെയൊക്കെ ആ സമയത്ത് ഒട്ടനേകം ചെറിയ ചെറിയ പാർട്ടിയെല്ലാം മുന്നോട്ട് കടന്നു വരുന്നുണ്ടായിരുന്നു. സിൻസ് ദ 1990s, ഇന്ത്യ ഹാസ് വിറ്റ്നസ്ഡ് മെനി കോയലിഷൻ ഗവൺമെൻറ്റ്സ്, ഫെയിലർ ഓഫ് മേജർ നാഷണൽ പാർട്ടീസ് ലൈക്ക് ദ കോൺഗ്രസ് ആൻഡ് ദ BJP ടു വിൻ മെജോറിറ്റി സീറ്റ്സ് ഇൻ ഇലക്ഷൻസ് ബ്രോട്ട് ന്യൂമറസ് സ്മാൾ പാർട്ടീസ് ടു ദ ഫോർഫ്രണ്ട്. അങ്ങനെ മറ്റും നാനാ പാർട്ടികളും മുന്നോട്ട് കടന്നു വന്നു. 96 എത്തിയപ്പോഴേക്കും ഇലക്ഷൻ in 1996 the election led to the formation of United Front. അപ്പോൾ ഇലക്ഷൻ വന്നപ്പോഴേക്കും അവിടെ എന്തിന് രൂപം ഉണ്ടായി? ഒരു പാർട്ടി ഫോർമേഷൻ ഓഫ് യുണൈറ്റഡ് ഫ്രണ്ട് എന്ന പേരിൽ അവിടെ ഒരു പാർട്ടി ഉദയം ചെയ്യുകയാണ്. അതൊരു കോയലിഷൻ ആണ്. ആ കോയലിഷൻ എന്ന് പറയുമ്പോഴേക്കും ഏകദേശം 13 പൊളിറ്റിക്കൽ പാർട്ടീസ് കൂടി ചേർന്നിട്ടാണ് ഒരു രൂപത്തിലേക്ക് വന്നത്. ഏത്? യുണൈറ്റഡ് ഫ്രണ്ട് എന്ന രൂപത്തിലേക്ക് വന്നത്. അതേപോലെ 99 കോയലിഷൻ പാർട്ടി ഗവൺമെൻറ് ഓഫ് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന രൂപത്തിൽ വന്നു. അതാണ് 99 രൂപപ്പെട്ട NDA. So similarly in 1999 a coalition party government of National Democratic Alliance, that is NDA, was formed with BJP as the largest member of the coalition. അതിനകത്തെ കോയലിഷൻ ആരായിരുന്നു? BJP ആയിരുന്നു അതിലെ ഏറ്റവും പ്രബല ശക്തി. അപ്പോൾ ഗവൺമെൻറ് അവർക്ക് BJPക്ക് ഗവൺമെൻറ് രൂപീകരിക്കാൻ പല കാലയളവ് കിട്ടി. The governments formed in 1989, 1990, 91, 96, 98, 99, 2004, 2009 and 2014 were coalitions of several parties. Then however from 2004 there is one major party in the coalition government. അപ്പോൾ ഏതാണ് 2004 എത്തുമ്പോഴേക്കും അവിടെ ഏറ്റവും വലിയ പ്രബല ശക്തിയായിട്ട് ഈ കോയലിഷൻ ഗവൺമെൻറ്റിൽ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ BJPയുടെ ഒരു റോൾ ഇങ്ങോട്ട് കയറി വരുന്നതായിട്ട്. അപ്പോൾ 2004 തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ കോയലിഷൻ ഗവൺമെൻറ്റാണ് ഉള്ള, സഖ്യകക്ഷി ഗവൺമെൻറ് എന്ന രീതിയിൽ BJP. ഇപ്പോൾ നമ്മൾ ലീഡിങ് പാർട്ടീസ് അലയൻസ് 2014 ഏതാണ്? NDA ഗവൺമെൻറ്. ആ NDAയിൽ BJP ആണ് സൂപ്രമാസി ഉള്ളത്. അപ്പോൾ ഒരുപാട് പാർട്ടീസ് ഇതിനകത്തുണ്ട്. അതിൻ്റെ അംഗബലത്തിൽ മുന്നിൽ നിൽക്കുന്നത് NDA എന്ന പാർട്ടി, അതിൽ BJP ആണ് അവർക്ക് സൂപ്രമാസി ഉള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ സിൻസ് 2004, 2009 ഇറ്റ് വാസ് ദ കോയലിഷൻ ഗവൺമെൻറ് UPA. പിന്നീട് നമ്മൾ ഈ ഒരു കാലയളവ് പരിശോധിച്ച് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ UPAയ്ക്കും ഒരു ഇത് കിട്ടുന്നു. അതായത് കോൺഗ്രസ് ചേർന്നിട്ടുള്ള സഖ്യകക്ഷി ഗവൺമെൻറ് എന്ന രീതിയിൽ UPA. അവിടെ അവർക്ക് 2004, 2009 ഈ UPAയുടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് രൂപപ്പെടുത്തുവാനായിട്ട് സഖ്യകക്ഷി അത് 2014 വരെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇൻ NDA ഗവൺമെൻറ് BJP ഹാഡ് സൂപ്രമാസി. അപ്പോൾ 2014 വരെയുള്ള കാലയളവിൽ ഇവരും ഉണ്ടായിരുന്നു. ആര്? കോൺഗ്രസിൻ്റെ ഘടകകക്ഷികൾ ചേർന്നുള്ള പാർട്ടി, അതാണ് UPA. ഈ 2014 ഇങ്ങോട്ട് വന്നതിന് ശേഷം പിന്നെ ആരാണ്? BJP ആണ് സൂപ്രമാസിയിൽ വരുന്നത്. അപ്പോൾ കോയലിഷനിൽ അവർ കൂടുതൽ പാർട്ടീസ് കൂടി ചേർന്ന് യുണൈറ്റഡ് ഫ്രണ്ട്, അതിനുശേഷം വന്ന BJPയുടെ NDA, ഇങ്ങനെയുള്ള പാർട്ടി സഖ്യങ്ങളെല്ലാം രംഗത്തേക്ക് വരുന്നുണ്ട്. സോ ദീസ് ഇൻക്ലൂഡഡ് ദ പാർട്ടീസ് ലെഡ് ബൈ ദ BJP ഇൻ NDA അലയൻസ്. അപ്പോൾ NDA അലയൻസിൽ BJP നയിച്ചു എന്നുള്ളതാണ്. Then we can say that and those who buy the Congress in the UPA alliance എന്നും പറഞ്ഞ് യുണൈറ്റഡ് ഫ്രണ്ട് അത് ഇവരുടെയാണ്, കോൺഗ്രസ് ഉൾപ്പെടുന്ന പാർട്ടിയാണ്. അപ്പോൾ അവിടെ ആരാണ്? അവിടെയും അവരും പിന്നീട് സഖ്യകക്ഷി എന്ന രീതിയിലാണ് മുന്നോട്ട് വരുന്നത്. അങ്ങനെ സംസ്ഥാനങ്ങളെല്ലാം നാം നോക്കുമ്പോഴേക്കും 2 പാർട്ടി എന്നുള്ളതിനുപരി ഒരുപാട് പാർട്ടി ചേർന്നിട്ട് അവരുടെ ഒരു ഭരണസാധ്യത കിട്ടുകയാണെങ്കിൽ അവർ 2-ലധികം പാർട്ടികളുടെ ഒരു സഖ്യമുണ്ടാക്കി ബൈപോളാർ പാർട്ടി സിസ്റ്റമാണ് ഇവിടെ മൊത്തത്തിൽ ഇന്ന് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രാദേശിക തലം, റീജിയണൽ തലത്തിലേക്ക് നോക്കിയാലും സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലൊക്കെ നോക്കുമ്പോഴേക്കും നമ്മുടെ ഇവിടെ തന്നെ റീജിയണൽ പാർട്ടീസ് എന്ന രീതിയിൽ ബൈപോളാർ സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ്. ഈ ബൈപോളാർ സിസ്റ്റം താഴെത്തട്ടിലുണ്ടെന്ന് പറയുന്ന എക്സാമ്പിളാണ് ഒഡീഷ. ബിറ്റ്വീൻ ദ BJD ആൻഡ് കോൺഗ്രസ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ അണ്ടിൽ August 5, 2019. ഇതെല്ലാം ഈ പറയുന്ന ബൈപോളാർ സിസ്റ്റം ആണെന്ന് പറയാം. അപ്പോൾ ബൈപോളാർ സിസ്റ്റം നിലവിലുണ്ടായിരുന്ന സ്റ്റേറ്റ് എക്സാമ്പിളാണ് ഈ പറയുന്നത്.
ജമ്മു ആൻഡ് കാശ്മീർ, അവിടെ BJD ഗവൺമെൻറ്, അതേപോലെ തന്നെ ഒഡീഷ ബിറ്റ്വീൻ. ദെൻ ആൾസോ ഇറ്റ് വാസ് ദ സ്റ്റേറ്റ് ബിറ്റ്വീൻ NCP ആൻഡ് PDP. ഇൻ കേരള ബിറ്റ്വീൻ ദ ലെഫ്റ്റ് ആൻഡ് കോൺഗ്രസ്. അപ്പോൾ കേരളത്തിൽ ലെഫ്റ്റും അതുപോലെ തന്നെ കോൺഗ്രസും എന്ന രീതിയിലുണ്ടായിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒഡീഷ ബിറ്റ്വീൻ ദ BJD ആൻഡ് ദ കോൺഗ്രസ്. അപ്പോൾ BJDയും കോൺഗ്രസും തമ്മിൽ ഒഡീഷയിൽ. ജമ്മു കാശ്മീരിൽ നോക്കുകയാണെങ്കിൽ അവിടെ NCPയും PDPയും. കേരളത്തിലാണെങ്കിൽ ആരും തമ്മിലാണ് ഈ രണ്ട് പാർട്ടി എന്ന രീതിയിൽ സഖ്യമായിട്ട് വരുന്നത്? ലെഫ്റ്റും കോൺഗ്രസ്. ലെഫ്റ്റിന് അവരുടേതായ ഒരു സഖ്യം ഉണ്ടാകും, കോൺഗ്രസ്സിന് അവരുടേതായ UPA സഖ്യം അങ്ങനെയും ഉണ്ടാകും. അപ്പോൾ ഇതാണ് എന്താ നമുക്ക് ബൈപോളാർ 2 പാർട്ടി സിസ്റ്റം എന്ന് പറയുക. അപ്പോൾ യഥാർത്ഥത്തിൽ 2 പാർട്ടി സംവിധാനം എന്നതിനുപരി ഭരണത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഭരണം കഴിഞ്ഞിട്ടാണെങ്കിലും 2ഓ അതിലധികമോ പാർട്ടികൾ കൂടി ചേർന്ന് ഭരിക്കാൻ സാധ്യതയുള്ള പാർട്ടികൾ എന്ത് ചെയ്യും? അവർ സഖ്യമുണ്ടാക്കുകയും അങ്ങനെ മറ്റു നിരവധി പാർട്ടികളുടെ സഹായത്തോടു കൂടി ഇവിടെ ഒരു സഖ്യം നിലനിർത്തി അവരുടെ ആ ഒരു ഭരണം നിലനിർത്തുവാൻ വേണ്ടി അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, അതായത് ബൈപോളാർ ആൻഡ് 2 പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് അടുത്തത് പൊളിറ്റിക്കൽ പാർട്ടീസാണ്. അപ്പോൾ ആ ഒരു ഭാഗം അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോ സെഷനിലൂടെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്ലാസ് വാച്ച് ചെയ്യുന്ന കുട്ടികൾ ആദ്യമായിട്ടാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.